ഇപ്പോൾ വാൽപ്പാറയിലെ കോട നിറഞ്ഞ ഒരു മനോഹരമായ റോഡിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായി കോട ഉള്ളൊരു വീഡിയോ കൂടി വാൽപ്പാറയിൽ കിട്ടിയായിരുന്നു. അപ്പോൾ അത് കൂടി അപ്ലോഡ് ചെയ്തിരുന്നെങ്കിൽ ഒരുപാട് വലിയ ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിപ്പോവും. അതുകൊണ്ട് ഒരു നെക്സ്റ്റ് വീഡിയോ അതായിട്ട് കോട നിറഞ്ഞ വീഡിയോ മാത്രമായിട്ട് കാണിക്കാം. ഭയങ്കര മനോഹരമായ കാഴ്ച, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. വാൽപ്പാറയിലോട്ട് എക്സ്പെക്റ്റ് ചെയ്തില്ല, കാരണം ഉദുമൽപേട്ടിൽ നിന്ന് അതുപോലത്തെ ചൂട് കൊണ്ടിട്ടാണ് നമ്മൾ വാൽപ്പാറയിൽ കയറുന്നത്. അപ്പോൾ വാൽപ്പാറയിലെ ക്ലൈമറ്റ് ഒരിക്കലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ശരിക്കും. ഈ എന്താ പറയുക, പ്രത്യേകിച്ച് മഴ സമയത്ത് ഭയങ്കര ഒരു കാലാവസ്ഥ തന്നെയാണ് കേട്ടോ വാൽപ്പാറ. ഒരിക്കലെങ്കിലും നമ്മൾ മഴ സമയത്ത് പോകണം, സേഫ്ലി പോകണം. അതായത് അവിടുത്തെ ക്ലൈമറ്റ് അത്രയ്ക്ക് മനോഹരമാണ് നമ്മുടെ വാൽപ്പാറയിൽ. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാർ, മാമലക്കണ്ടം വഴി മൂന്നാർ എത്തി. മൂന്നാറിൽ നിന്ന് ജസ്റ്റ് ഒന്ന് അവിടെ മൂന്നാർ ടൗണിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് മറയൂർ, കാന്തല്ലൂർ കറങ്ങി അവിടുന്ന് ഉദുമൽപേട്ടിലെത്തി. ഉദുമൽപേട്ടിൽ നിന്ന് വാലപ്പാറ, മലക്കപ്പാറ വഴി അതിരപ്പള്ളി വഴി കയറി അങ്ങനെ പോകാൻ. ആനിമൽ സൈറ്റ്സൊക്കെ ഒരുപാടൊന്നും കിട്ടിയില്ലെങ്കിലും കുറച്ചൊക്കെ ആനിമൽ സൈറ്റ്സും കിട്ടി കേട്ടോ നമുക്ക്. നല്ല പക്ഷേ യാത്രയിലെ റൂട്ട് അത് ഭയങ്കര മനോഹരമായിരുന്നു. എല്ലാവർക്കും ഇപ്പോൾ വീഡിയോയിൽ കാണാൻ പറ്റുമല്ലോ. ഭയങ്കര മനോഹരമായ റോഡ് തന്നെയായിരുന്നു കേട്ടോ. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല നമുക്ക് കോട കിട്ടുന്നത്, കാരണം അതുപോലത്തെ ചൂടായിരുന്നു കുറച്ച് കാലാവസ്ഥ കുറച്ച് ടൈം മുമ്പ് വരെയും. അപ്പോൾ ഇപ്പോൾ കാണാൻ നിങ്ങൾക്ക് വഴി എന്തോരം മനോഹരമാണ്. ഇങ്ങനത്തെ കാലാവസ്ഥ എപ്പോഴും റെയർലി കിട്ടുന്നതാണ്. എപ്പോഴും നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഒരിക്കലും കിട്ടുന്നതല്ലല്ലോ. സഞ്ചാരികൾ ഒരുപാടൊന്നും ഇല്ല കേട്ടോ റോഡിൽ. ഭയങ്കര മനോഹരമായുള്ള കാഴ്ചയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ആസ്വദിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ് അതിൻ്റെ ആ ഒരു റൈഡിൻ്റെ ഒരു ത്രില്ല് കളയുന്നില്ല. അപ്പോൾ നിങ്ങൾ ആ കാഴ്ചകൾ ആസ്വദിക്കുക എന്നുള്ള എൻ്റെയും മോട്ടീവ്. അപ്പോൾ ഇനിയും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നിങ്ങൾ എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.